നിങ്ങളും പെർഫെക്റ്റ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതും ഒരു ടോപ്പർ? എങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്ത് അഫർമേഷൻ സെറ്റാക്കിക്കോളൂ. ഹെർമിയോൺ ഷെൽഡൻ കൂപ്പറിനെ പോലെ ജീനിയസ് ആകുന്നതിനായി എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അതെ, പഴയ ഹാർഡ് വർക്ക്, ടൈം ബ്ലോക്കിംഗ്, 80-20 റൂൾ, PYQS തുടങ്ങിയവ. പക്ഷേ കൺസിസ്റ്റൻസിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? സാധാരണ നമ്മൾ ഒരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ ആദ്യത്തെ 2 ദിവസം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അത് കഴിഞ്ഞാൽ ആ ഫ്ലോ നഷ്ടപ്പെടാറാണ് പതിവ്. അങ്ങനെ നിങ്ങൾ പഴയ അതേ കുഴഞ്ഞ അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നതാണ്. നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾക്കിത് സാധിക്കാത്തത് എന്ന് നിങ്ങൾ വിഷമിക്കാറില്ലേ? യെസ് ഓർ നോ? പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ആ സീക്രട്ട് എന്താണെന്ന് മനസ്സിലാകുന്നതാണ്. വർക്കൗട്ട് ആകുന്ന നോൺ ബേസിക് ടിപ്സിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ സാധിക്കും. ഒരു എറ്റർണലി സ്ട്രഗ്ലിംഗ് സ്റ്റുഡൻറ്റിന് 3 മേജർ ഇഷ്യൂസ് ആണുള്ളത്. നമ്പർ 1, ഹൗ ടു സ്റ്റഡി. എങ്ങനെ പഠിക്കണമെന്ന് ഒരു ഐഡിയയും ഉണ്ടാകില്ല. അതായത് മോട്ടിവേഷണൽ റീൽസ്, പിന്നെ എസ്തെറ്റിക് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നതിനപ്പുറം എന്താണ് പ്രശ്നമെന്ന് കാര്യമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്പർ 2, ഡോണ്ട് ബിലീവ് ഇൻ ഹാർഡ് വർക്ക്. നിങ്ങൾ കഠിനാധ്വാനത്തിൽ വിശ്വസിക്കുന്നവരല്ല, പക്ഷെ നിങ്ങൾക്ക് ഭഗവാനിൽ പൂർണ്ണ വിശ്വാസവുമാണ്. നമ്പർ 3, ഇൻഎഫിഷ്യൻറ്റ്. നിങ്ങളുടെ പഠന രീതി വളരെയധികം ഇൻഎഫിഷ്യൻ്റ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും. ഇറ്റ്സ് ടൈം ടു റീസെറ്റ്. ഇനി നമുക്ക് നിങ്ങളുടെ സ്റ്റഡി ഗെയിമിൽ ഒരു ഹാർഡ് റീസെറ്റ് ചെയ്താലോ? നമുക്ക് പൊമോഡ്രോയിൽ നിന്ന് ആരംഭിക്കാം. പൊമോഡ്രോ ടെക്നിക് ദീർഘനേരം ഇരുന്ന് പഠിക്കാൻ സാധിക്കാത്തവർക്ക് പറ്റിയ ഒരു പഠന രീതിയാണിത്. 25 മിനിറ്റ്സ് ലേസർ സ്റ്റഡി സെഷൻ, പിന്നെ 5 മിനിറ്റ് ഒഫീഷ്യലായിട്ട് റെസ്റ്റ്. പൊമോഡ്രോയുടെ ശരിക്കുമുള്ള രസം നിങ്ങൾ ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയി പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. അതായത് നിങ്ങളുടെ ഫോൺ സ്ക്രീൻ അടച്ചു വയ്ക്കുമ്പോൾ ടൈമർ വെച്ച് പിന്നെ ഇരുന്ന് പഠിക്കുക എന്നത് നിങ്ങളുടെ ഡ്യൂട്ടി ആണെന്ന് മനസ്സിലാക്കണം. ഓരോ പൊമോഡ്രോ സെഷൻ ശേഷവും നിനക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് എക്സ്ട്രീം ഹാപ്പിനെസ് ആയിരിക്കും. സ്കീം ലൈക്ക് എ പ്രോ. എല്ലാ ചാപ്റ്ററിലെയും എല്ലാ വേർഡ്സും പഠിക്കേണ്ട ആവശ്യമില്ല. സ്മാർട്ടായ ആൾക്കാർ നിങ്ങളെ കടത്തിവിട്ട് മുന്നിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹെഡിങ്സ്, സബ് ഹെഡിങ്സ്, അതുപോലെ തന്നെ ഹൈലൈറ്റഡ് പോയിന്റ്സിൽ ഫോക്കസ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയ കാര്യത്തിൽ ശ്രദ്ധിക്കുക. സമ്മറി വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പാഠഭാഗത്തെക്കുറിച്ച് ധാരണ ലഭിക്കുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിന്റെ ടൈമും വേസ്റ്റ് ആകില്ല. ഇനി അതും നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ചാപ്റ്ററിലെ എൻഡിലുള്ള ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്യുക. പഠനം എക്സാം സെൻട്രിക് ആക്കി മാറ്റുക. സിലബസ് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യുന്നതും നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. കാരണം അതിൽ നിന്നുമാണ് മാക്സിമം മാർക്സ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ പ്രിപ്പറേഷനിലെ മിസ്സിംഗ് ലിങ്കിലേക്ക് വരാം. ആക്റ്റീവ് റീകോൾ. നിങ്ങൾ ആക്റ്റീവ് റീകോൾ മിക്കപ്പോഴും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. എക്സാമിൻ്റെ സമയത്ത് എല്ലാവരുടെയും സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബുക്ക് എടുക്കുക, ലൈൻ ബൈ ലൈൻ വായിച്ച് പഠിക്കുക, എല്ലാം മനസ്സിലായെന്ന തെറ്റായ ധാരണയും ഉണ്ടാക്കുക എന്നതാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് എക്സാം ഹാളിൽ എത്തുമ്പോൾ എല്ലാം ബ്ലാങ്ക് ആവുന്നത്. ചോദ്യം കണ്ട ഉടനെ തന്നെ ഈ ചോദ്യം ഔട്ട് ഓഫ് സിലബസ് ആണെന്നും തോന്നുന്നു. ഈ ഒരു അവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടി ബുക്ക് അടച്ചു വെച്ചിട്ട് കണ്ണുകളടച്ച് നിങ്ങളോട് തന്നെ ഈ ഫോർമുല എവിടെയാണ് ഉപയോഗിക്കുന്നത്, ഈ കോൺസെപ്റ്റ് എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയത്, അതുപോലെ തന്നെ ഈ കോൺസെപ്റ്റിൽ എന്താണ് നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുക. പുസ്തകത്തിൽ നോക്കാതെ തന്നെ ഉത്തരം നൽകാൻ ശ്രമിക്കണം. അപ്പോൾ ഉത്തരം തെറ്റാണെങ്കിൽ വളരെ നല്ലത്. കാരണം അടുത്ത തവണ നിങ്ങളുടെ ബ്രെയിൻ അത് ഉറപ്പായും ഓർമ്മിച്ചു വയ്ക്കും. പുസ്തകം നോക്കാതെ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ ശരിയായ റിവിഷൻ നടക്കുന്നത്. അങ്ങനെയാണ് നിങ്ങളുടെ മാർക്സും ഇംപ്രൂവ് ആവുന്നത്. ഇനി സ്റ്റുഡൻറ്റ് ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നം എന്തെന്നാൽ, ഒന്നുകിൽ അവർ എക്സാം ഡിമാൻഡ് ചെയ്യുന്ന ആവശ്യമായ പഠനം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർക്കിത് അറിയില്ല എന്നതാണ്. അപ്പോൾ അതിനായുള്ള ഈ അടുത്ത സ്റ്റെപ്പ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. നോ എന്ന വാക്ക് കൃത്യമായി ഉപയോഗിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു വേർഡ് നിങ്ങളുടെ പകുതിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കഴിവുള്ളതാണ്. കൃത്യമായ രീതിയിലുള്ള ബൗണ്ടറി കാത്തു സൂക്ഷിക്കുന്നത് എപ്പോഴും ഒരു വ്യക്തിക്ക് ഗുണം ചെയ്യുക മാത്രമേ ഉള്ളൂ. അതാണ് അവരുടെ സക്സസ്സിന് പുറകിലുള്ള ഏറ്റവും വലിയ റീസൺ. ഇനി നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകണമെങ്കിൽ സ്റ്റാർട്ട് ആക്ടിങ് ലൈക്ക് ദം. നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്ന തരത്തിലുള്ള ബൗണ്ടറീസ് കാത്തു സൂക്ഷിക്കുക. നിങ്ങളുടെ ബ്രെയിൻ ഒരു എപ്പിസോഡ് കൂടെ കാണാമെന്ന് പറയുമ്പോൾ നിങ്ങൾ നോ പറയണം. ബേസിക്കലി ടൈം വേസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിനോടും നോ പറയുക. അതുപോലെ തന്നെ എന്താണോ വളരെ അത്യാവശ്യമായിട്ടുള്ളത് അതിനോട് യെസ്സും പറയുക. ഏതൊരു എക്സാമിലും ബെസ്റ്റ് കൊടുക്കാനായി ഒരു പ്രിയോറിറ്റി സെറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ സമയം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതേസമയം ബ്രേക്ക് എടുക്കുന്ന സമയത്ത് പുറത്തേക്ക് പോയി കുറച്ചു നേരം നടക്കാം, എന്തെങ്കിലുമൊക്കെ കളിക്കാം, പാട്ട് കേൾക്കാം. ഇങ്ങനെ നല്ല പല കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നിങ്ങളുടെ മൂഡ് റീചാർജ്ഡ് ആകും. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻ്റായി പഠിക്കാൻ ശ്രമിക്കുക. ഫോക്കസ്ഡ് ആയിരിക്കാനായി നോ കൃത്യമായി ഉപയോഗിക്കാൻ പഠിക്കുക. ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. എഫിഷ്യൻ്റ് ആവുക എന്നത് രണ്ടും രണ്ടാണ്.
അതായത് നിന്റെ വിലപിടിപ്പുള്ള സമയം എസ്തെറ്റിക് നോട്ട്സ് ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നതോ ദിവസത്തിൽ 4 തവണ പ്ലാനിങ് ചെയ്യുന്നതോ ഒന്നും എഫിഷ്യൻ്റായ പഠനത്തിൻ്റെ ലക്ഷണമല്ല. എല്ലാം പഠിക്കുന്നു, പക്ഷേ ഇമ്പോർട്ടൻ്റായ കാര്യം മാത്രം പഠിക്കുന്നില്ല എന്നതാണ് നിങ്ങളെ ഇൻഎഫിഷ്യൻ്റ് ആക്കുന്നത്. അതേസമയം സ്റ്റഡി അവേഴ്സിൽ മറ്റുള്ളവരെ കാണിക്കാനുള്ള ശ്രമം മാറ്റിവെച്ച് സിൻസിയറായി പഠിക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സമയം എല്ലാവരുടെ പക്കലും കുറവാണ്, പക്ഷേ എഫിഷ്യൻ്റായ ആൾക്കാർ എപ്പോഴും പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ. മണിക്കൂർ കണക്ക് നോട്ട്സ് ഉണ്ടാക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. സ്മാർട്ട് ആകുക. നിങ്ങളുടെ ടാർഗറ്റ് നല്ല റിസൾട്ടാണ്, അല്ലാതെ ഓവർ വർക്കല്ല. മേക്ക് നോട്ട്സ് ലൈക്ക് എ പ്രോ. അതേസമയം നോട്ട്സ് ഉണ്ടാക്കണം എന്നാണെങ്കിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ അത് ചെയ്യുക. ആദ്യം തന്നെ ബോറിംഗ് ആയിട്ടുള്ള നോട്ട്സ് റൈറ്റിംഗ് അവസാനിപ്പിക്കൂ. കാരണം ഇതിലും നല്ലത് നിങ്ങൾ ബുക്ക് വായിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ നോട്ട്സിനെ മെംസ് ആക്കി കൺവേർട്ട് ചെയ്യൂ. നോട്ട്സ് ഉണ്ടാക്കുന്നതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സമയം മെച്ചപ്പെടുത്തുക എന്നാണ്. അതുപോലെ എക്സാമിന് മുൻപേ നിങ്ങളുടെ നോട്ട്സൊക്കെ എല്ലാം ഒന്ന് റീകോൾ ചെയ്യാനും സാധിക്കും. അതേസമയം നിങ്ങളുടെ നോട്ട്സ് തന്നെ ബുക്കിൻ്റെ വലിപ്പമുള്ളതാണെങ്കിൽ സിലബസ് തീരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ അതിൽ നിന്ന് റിട്ടയർ ആകുന്നതായിരിക്കും. നിങ്ങളുടെ റിവിഷൻ എന്ന് പറയുന്നത് വളരെയധികം സോളിഡ് ആയിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നോട്ട്സ് 1 പേജ് അല്ലെങ്കിൽ അതിനേക്കാൾ കുറവായി ഉണ്ടാക്കി എടുക്കുക എന്നതാണ്. നിങ്ങളുടെ നോട്ട്സിൽ ടീച്ചർ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രം എഴുതുക. അതായത് പെട്ടെന്ന് ഓർത്തെടുക്കേണ്ട കീവേഡ്സ്, കീ ടോപ്പിക്സ് തുടങ്ങിയുള്ളതായിരിക്കും നിങ്ങളുടെ നോട്ട്സ്. ഫൺ ആൻഡ് ക്രിയേറ്റീവായിട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നതിലൂടെ നിങ്ങളുടെ ബ്രെയിനിന് നന്നായി കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നതാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്